ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു ടേബിൾ ഫാനായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇത് നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഉപയോഗിക്കാം. അതായത് നമ്മൾ ബാറ്ററിയിലോട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ള ഒരു കാർബണിൻ്റെ ചെറിയൊരു പീസ് ഇങ്ങനെ മുറിച്ചെടുക്കുക. അത് നമ്മളിങ്ങനെ റൗണ്ടിലാക്കി ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഈർക്കിൽ വേണം കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് ഈർക്കിൽ എടുക്കുക. അടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കി എടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കാർബണിൻ്റെ പീസ് റൗണ്ടിൽ മുറിച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ ഇങ്ങനത്തെ ഒരു കാർബണിൻ്റെ പീസ് തന്നെ നീളത്തിലെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഒരു പെട്ടി പോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൽ ഒന്ന് ഇവിടെ ഒരു ഹോൾ ഇടുക. എന്നിട്ട് സ്വിച്ച് എടുക്കുക. ആ സ്വിച്ചിൽ 2 വയർ കണക്ട് ചെയ്ത് തീർക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ സ്വിച്ചിൻ്റെ ഒരു വയർ നേരെ താഴത്തോട്ടും ഒരു വയർ നേരെ മുകളിലോട്ടായിട്ട് ഇതിങ്ങനെ ഞാൻ കയറ്റണ പോലെ ഒന്ന് കയറ്റിയെടുക്കുക. ചേട്ടാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഇത് എവിടെ ചെന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഒരു വയർ താഴത്ത് വരുമ്പോൾ ഒരു മുകളിലായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വയർ എടുക്കുക. ആ വയർ നമ്മൾ ഈ ഇതിക്കോടെ എടുത്തിട്ട് നമ്മൾ അടിക്കോടെ എടുക്കുക. അപ്പം മുകളിൽ 2 വയറും അടിയിൽ 2 വയറായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് കണ്ട ഇങ്ങനെ ഒന്ന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫാൻ എടുക്കുക. പിന്നെ ഒരു മോട്ടർ എടുക്കുക. ഇത് 12 വോൾട്ടിൻ്റെ മോട്ടർ കേട്ടോ. ആ മോട്ടർ നേരെ ഫാനിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. മോട്ടർ ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ മുകളിൽ ഇരിക്കുന്ന 2 വയർ ഇതിനകത്തേക്ക് ഈ മോട്ടറിൻ്റെ ഇതിനകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നേരെ ഇപ്പോൾ കണക്ട് ചെയ്തെടുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൗണ്ടിൽ കാർബണിൻ്റെ പീസ് ഇങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെ 2 ബാറ്ററിയുടെ ഹോൾഡറും അതെടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ സംഭവമില്ലേ, ഇതെടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക ഈ കാർബണിൻ്റെ മുകളിൽ. എന്നിട്ട് നമ്മൾ ആ വയറൊന്ന് കണക്ട് ചെയ്തെടുക്കുക. ആ ഹോൾഡറിൻ്റെ വയറും അടിയിലിരിക്കുന്ന 2 വയറൊന്ന് കണക്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗ്രില്ലോ സംഭവമില്ല, അതെടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു നീളത്തിലുള്ള ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കി ഈ അടിഭാഗം ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആ ഫാനിൻ്റെ ആ ഷേപ്പ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 ലിഥിയം ബാറ്ററി എടുത്താണ് കേട്ടോ. കണ്ട ആ എടുത്തിട്ട് നമ്മൾ ഓരോ സെല്ലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുണ്ട് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വയറ് പുറത്തേക്ക് നിന്ന് ഉള്ളിലേക്ക് ഇടുക. അപ്പോൾ ഇത്രയുള്ള സംഭവം എൻ്റെ സ്വിച്ച് നോണാക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യാനാണ് കേട്ടോ. വേണ്ട സംഭവം അടിപൊളിയല്ലേ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടത്. നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും ഇത് വെച്ച് കാറ്റുള്ള കേട്ടോ. നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ഇത് ഊരിയിട്ട് ചാർജ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാധനങ്ങൾ നമ്മുടെ അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.